122 ഇൻഫൻട്രി ബറ്റാലിയൻ 40 പേരടങ്ങുന്ന മിലിറ്ററി സംഘം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. വെസ്റ്റ് ഹിൽ ബാരക്സിൽ നിന്നുള്ള സംഘം 12 മണിയോടെ ദുരന്തസ്ഥലത്ത് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് കരസേന, നാവികസേന, വ്യോമസേന, സൈന്യം ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന് പുറത്തുനിന്നും യൂണിറ്റുകൾ എത്തുന്നുണ്ട്, കേരളത്തിലേക്ക് എത്തും. കേന്ദ്രസേനകൾ എല്ലാവരുടെയും ഇടപെടൽ, അടിയന്തര ഇടപെടൽ ഉണ്ടാകും എന്നതിൽ ഒരു ഉറപ്പുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധ്യമായ എല്ലാ സഹായങ്ങളും കേരളം ഈ ഒരു സമയത്ത് ചുരൽമലയ്ക്കെത്തിക്കും, മേപ്പാടിക്കെത്തിക്കും, മുണ്ടക്കൈക്കെത്തിക്കും, മേലെ മുണ്ടക്കൈ പ്രദേശങ്ങൾക്കെത്തിക്കും, അട്ടമലയ്ക്കെത്തിക്കും. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പൂർണ്ണമായ തോതിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം ആശ്വാസജനകമായ വാർത്തയാണ്. പരമാവധി കാഷ്വാലിറ്റീസ് ഒഴിവാക്കി മുന്നോട്ട് പോവുക എങ്ങനെയാണ് എന്നതിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരിക്കുപറ്റിയവരെ എത്രയും വേഗം അടിയന്തരമായി ചികിത്സയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഗതാഗത സംവിധാനങ്ങൾ ഈ പ്രദേശത്തേക്കുള്ളത് സുഗമമാക്കണം. കുറഞ്ഞ പക്ഷം ഒരു വാഹനത്തിനെങ്കിലും, ചെറിയ ആംബുലൻസുകൾക്കെങ്കിലും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിന് ഈ ഗതാഗത സംവിധാനങ്ങൾ ചെറിയ തോതിലെങ്കിലും കാര്യക്ഷമമായേ മതിയാവുകയുള്ളൂ. വലിയ മരക്കഷ്ണങ്ങളും പാറക്കൂട്ടങ്ങളും അഴിഞ്ഞുകിടക്കുകയാണ്. ആ വഴിയാണ് ഇനി ശരിയാക്കിയെടുക്കേണ്ടത്. മറുഭാഗത്ത് സമാന്തരമായി കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഒരു പുതിയ പാത സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ സേനയ്ക്ക് അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മേലെമുണ്ടക്കൈ പ്രദേശത്തൊക്കെയും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ്. 150 പേരും 200 പേരും റിസോർട്ടുകളിലും മറ്റ് സുരക്ഷിതമായ മാർഗങ്ങളും ഒക്കെയും തേടി കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് യാത്രാ സംവിധാനമാണ് അടിയന്തരമായി വേണ്ടത്. എയർലിഫ്റ്റിംഗ് ആണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അവർ പ്രതീക്ഷിക്കുന്നതും. ഹെലികോപ്റ്റർ സംവിധാനം ഏർപ്പെടുത്തിയത് ഒരു വലിയ ആശ്വാസമായി ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനൂപ് തുടരുന്നുണ്ട് വീണ്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനൂപ്, നിലവിൽ 12 മരണം, അത് ഔദ്യോഗിക കണക്കല്ല എങ്കിൽ കൂടി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ മരണസംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നത് സംശയമില്ല. എങ്കിൽ കൂടിയും പരമാവധി മരണസംഖ്യ കുറയ്ക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. അനൂപിലേക്ക് എത്താം. ഇപ്പോൾ റമീസിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. റമീസ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം വലിയ തോതിൽ ഇപ്പോൾ അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ചുരം കയറി ഇറങ്ങുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം വന്നിട്ടുണ്ട്. ചുരം കയറി രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന വാഹനങ്ങൾ ഈ പരിക്കേറ്റവരുമായി കോഴിക്കോട് ആശുപത്രിയിലേക്ക് എത്തുന്ന വാഹനങ്ങളൊക്കെയും ഉണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തരമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവിധ സേനകളുടെ കോഴിക്കോട് യൂണിറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ജില്ലയിൽ ഇപ്പോൾ നടക്കുന്ന വയനാടിനു വേണ്ടിയുള്ള സഹായ പ്രവർത്തനങ്ങൾ എന്താണ്? മേപ്പാടി മുണ്ടക്കൈ ടൗണിലുണ്ടായ ദുരന്തത്തിന്റെ രക്ഷാദൌത്യത്തിലേക്കായി വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് 122 ബറ്റാലിയനിൽ നിന്ന് ഒരു കമ്പനി ഉടൻ തന്നെ യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. 50 പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത്. ഇതിനു പുറമെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സന്നാഹങ്ങളും വയനാടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്.